ശ്രീ ജോർജ് കുര്യൻ, ഈ ഘട്ടത്തിൽ ഇത്രയധികം കുരുക്കായിരിക്കുന്നൊരു വിഷയത്തിൽ ഇത്ര വൈകിയെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ വലിയൊരു അളവോളം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും അത് ഈ രൂപത്തിൽ ഇപ്പോൾ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്, സംഘർഷമെങ്കിലും ഒഴിവാക്കിക്കൊണ്ട്. എന്ന് മാത്രവുമല്ല, ഈ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഓർഡിനൻസ് കൊണ്ടുവന്നു. അതൊരു വലിയ പ്രശ്ന പരിഹാരവുമായി ആർത്തിലൊരു സ്വീകാര്യത ഈ സർക്കാരിന് ആ വിഭാഗങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ലഘൂകരിക്കുന്നത്, ചില കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്നത്. ആ ഘട്ടത്തിലാണ് ചാടി ഇപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ വീണിരിക്കുന്നത്. എന്തുദ്ദേശിച്ചാണ്? അല്ല, ചാടിയല്ലല്ലോ. ശ്രീരംപിള്ള സാറിനോട് രണ്ട് വിഭാഗവും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രധാനമന്ത്രി അദ്ദേഹം പോയി കണ്ടു. പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, ഒരു സമുദായത്തിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം. അത് പലപ്പോഴും ലോ ആൻഡ് ഓർഡർ പ്രശ്നമാകാറുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. സുപ്രീം കോടതിയുടെ വിധി വന്നു, അതിനുശേഷവും പ്രശ്നം പരിഹരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ചയാണ് പ്രധാനമന്ത്രി തുടങ്ങിയിരിക്കുന്നത്. അത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം രണ്ടു കൂട്ടരും തീർച്ചയായിട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. അപ്പോൾ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഇതിനൊരാളെ മധ്യസ്ഥനുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അല്ലാതെ ഈ സഭകളുടെ കാര്യത്തിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ കോടതി വിധി മുഴുവൻ വായിച്ചതാണ്. കട്ടച്ചിറപ്പള്ളിയിൽ ശവടക്കവുമായിട്ട് സംബന്ധിച്ച് ഞാൻ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നപ്പം നിർദ്ദേശം കൊടുത്തതാണ്. അതുപോലെ തന്നെ അത് ചീഫ് സെക്രട്ടറി അത് ചെയ്യുക തന്നെ ഉണ്ടായി അവിടെ. കാരണം ഈ സുപ്രീം കോടതി വിധിയിൽ ശവസംസ്കാരം പാടില്ല എന്ന് എഴുതിയിട്ടില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും പള്ളിയും അതുപോലെ തന്നെ സെമിത്തേരിയും ഏറ്റെടുത്തിട്ട് ശവസംസ്കാരം നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിരുന്നു. ഏതായാലും ഓർഡിനൻസ് വന്നു. അപ്പോൾ ശവസംസ്കാരത്തിൻ്റെ ഏതാണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആരുടെയും ശ്രമത്തെ ചെറുതായിട്ട് കാണുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി എന്നിട്ടും അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരുടെയും ശ്രമത്തെ അംഗീകരിക്കുന്നു. കാരണം ഇതൊരു ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളൊരു അപമാനമാണ്. അത് പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ശ്രീധരൻപിള്ള സാറിനെ സമീപിക്കുകയും പ്രധാനമന്ത്രിയെ കാണുകയുമാണ് ചെയ്തത്. അല്ല, അതിൻ്റെ തുടക്കം മാത്രമല്ലേ ആയുള്ളൂ. കാരണം രണ്ടു കൂട്ടരുമായിട്ട് സംസാരിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. രണ്ടു കൂട്ടരെ ആദ്യം കേൾക്കണമല്ലോ, നിയമനിർമ്മാണമാണ്. അതിന് ശേഷം വേണമല്ലോ പരിഹാരം നിർദ്ദേശിക്കാൻ. ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. നിയമനിർമ്മാണം എന്ന സാധ്യതയിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഇടപെടാനുള്ള ഒരു പ്രധാന കാര്യം ഞാൻ പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളാണ് ക്രിസ്ത്യൻ സ്വാധീന സംസ്ഥാനങ്ങൾ. അതിൽ 8 സംസ്ഥാനങ്ങളിലും BJPയോ BJPയുടെ ഘടകകക്ഷികളോ ആണ്. അതായത് 5 സംസ്ഥാനങ്ങളിൽ BJPയുടെ മുഖ്യമന്ത്രിയും 3 സംസ്ഥാനങ്ങളിൽ NDAയുടെ മുഖ്യമന്ത്രിയുമാണ്, ഘടകകക്ഷികളുടെ മുഖ്യമന്ത്രിമാരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായം, അതായത് 9 സംസ്ഥാനങ്ങളാണ് കൂടുതൽ സ്വാധീനമുള്ളത് ക്രിസ്ത്യൻസിൻ്റെ, ഗോവയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ തന്നെ നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 7 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനത്ത് BJPയുടെ മുഖ്യമന്ത്രിമാരാണ്. ആസാമിലുണ്ട്, അരുണാചൽ പ്രദേശിലുണ്ട്, ത്രിപുരയിലുണ്ട്, മണിപ്പൂരിലുണ്ട്. ഇവിടെ എല്ലാം തന്നെ കേരളത്തിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് ക്രിസ്ത്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിസോറാമിലും അതുപോലെ മേഘാലയയിലും നാഗാലാൻഡിലും അതാണ്ട് 90% ക്രിസ്ത്യൻസാണ്. അവിടെയെല്ലാം തന്നെ BJPയുടെ MLAമാരുണ്ട്. ഗോവയിലാണെങ്കിൽ 13 പേരിൽ 7 പേരും കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയതിൽ 13 പേരിൽ 7 പേരും ക്രിസ്ത്യൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു ഉത്തരവാദിത്തമാണിത്. അത് പല പ്രാവശ്യം പാർട്ടി തലത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട്, പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീധരൻപിള്ള സാർ രാഷ്ട്രീയക്കാരനല്ല. ശ്രീധരൻപിള്ള സാർ ഇപ്പോൾ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ്.
സംസ്ഥാന സർക്കാരിനെ സമയത്തോളം ഈ കാര്യത്തിൽ അവരെ ഇടപെട്ടിട്ടത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അത് പരിമിതി കൊണ്ടായിരിക്കണമല്ലോ. അവർ പല രീതിയിലുള്ള ശ്രമവും നടത്തി, എന്നിട്ട് അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞത്.